ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല കുഴിയുള്ള വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് പച്ചരി ഞാൻ 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, പിന്നെ തേങ്ങ, പിന്നെ കുറച്ച് ചോറ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ചോറ് ഈ ഒരു പാത്രത്തിൻ്റെ അര പാത്രം, ഇങ്ങനത്തെ ഒരു ബൗളിൽ അരപാത്രം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇത്തിരി കൂടിയാലും ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. പച്ചരി, തേങ്ങ, ചോറ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ പഞ്ചസാരയും കൂടി ചേർക്കണം. ഒരു 2 വലിയ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പകർത്താണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 തവി മാവ് നമുക്ക് ആവശ്യം. 2 തവി മാവ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല വെള്ളം പോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൂസായിട്ടുണ്ടെന്നുള്ളത്. അതായത് ഒരു വെള്ളം പോലെ തന്നെ അതാക്കിയെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരി കാച്ചാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ കാച്ചൂലേ, അതേപോലെ നമ്മളിതിങ്ങനെ കുറുക്കി നല്ല കട്ടിയായിട്ട് എടുക്കണം കേട്ടോ. നല്ല തിളച്ച് അത് നന്നായിട്ട് കുറുകി ഇങ്ങനെ വരണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരണം. ഇപ്പോൾ കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കണം. തിളയ്ക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചൂടാറാനായിട്ട് വെക്കണം. അതായത് ഒരുപാട് തണുത്ത് പോകരുത് കേട്ടോ. ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് വെച്ച് ഞാൻ ചൂടൊക്കെ ഒന്ന് ആറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നേരെ നമ്മൾ അരി അരച്ചുന്ന മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഈസ്റ്റ് ഒരു കുഞ്ഞ് ടീസ്പൂണിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. ഈസ്റ്റ് അത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മാവോട്ട്. അതെല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാവ് ഒഴിച്ച പാത്രം വെച്ച് അടച്ച് വെക്കാം കേട്ടോ. അതായത് താഴത്തെ പാത്രം എന്തായാലും അത് നന്നായിട്ട് പൊന്തി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലത്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വയ്ക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ രാവിലെ എനിക്ക് വന്നപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുഴിയും ബബിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ചുടാൻ നേരത്താണ് ഞാൻ ഉപ്പിടാറുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം അത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. ഇനി ഒന്നുമില്ല, നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇത് എത്ര നേരം ഇരുന്നാലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അപ്പം ഇങ്ങനെ കട്ടിയായി പോവേ റഫായിട്ടിരിക്കുക ഒന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.